ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലോസ്റ്റ് ഇൻ ലിറ്ററേച്ചർ. സോ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഫോർ ദി യൂണിയൻ ഡെഡ് ബൈ റോബർട്ട് ലോവൽ. റോബർട്ട് ലോവൽ ഒരു അമേരിക്കൻ പോയിറ്റാണ്. വേൾഡ് വാർ സെക്കൻഡൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്ന ആളാണ്. അപ്പോൾ ലിറ്ററേച്ചർ പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട് ആളുടെ വർക്കിന്. ഫോർ ദി യൂണിയൻ ഡെഡ് എന്ന് പറയുന്ന കളക്ഷനിൽ നിന്ന് എടുത്തിട്ട് പോകുന്നത് തന്നെയാണ് ഫോർ ദി യൂണിയൻ ഡെഡ്. ടിറ്റുലാർ പോവുമാണത്. 6th ബുക്ക് ഓഫ് പോയിട്രിയാണ് ആളുടേത്. ആൻഡ് ഇത് ആൾക്ക് ഹി വാസ് കമ്മീഷൻഡ് ബൈ ബോസ്റ്റൺ ആർട്സ് ഫെസ്റ്റിവൽ. ബോസ്റ്റൺ ആർട്സ് ഫെസ്റ്റിവലിൽ പാടാൻ വേണ്ടിയിട്ട്, റെസൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ളതാണ്. ആൻഡ് ഇത് സിവിൽ വാറിൻ്റെ ആ ഒരു ലെഗസീനെ കണ്ടംപ്ലേറ്റ് ചെയ്യുന്നൊരു പോവാണ്. ആ ഒരു കൊളോണൽ റോബർട്ട് ഷോ, ഹു വാസ് എ വൈറ്റ് സോൾജർ ഹു ഡൈഡ് വൈൽ കമാൻഡിങ് ഓൾ ബ്ലാക്ക് റെജിമെൻറ്റ്. ഒരു 21 year old ആയിരുന്നു വൈറ്റ് മാൻ ആയിരുന്നു. ഹി സാക്രിഫൈസ്ഡ് ഹിംസെൽഫ് ഫോർ ദ യൂണിറ്റി ഓഫ് ദ നേഷൻ. അപ്പം ഒരു യൂണിയൻ ഐഡിയലിസമാണ് ആൾ സിംബലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു 100 years ആഫ്റ്റർ ഹിസ് ഡെത്ത്, ഒരു 100 വർഷം കഴിഞ്ഞിട്ട്, ആളുടെ ഡെത്ത് കഴിഞ്ഞിട്ട് 100 വർഷം കഴിഞ്ഞിട്ട് ലോവൽ ഇവിടെ ആ ഒരു കൊളോണൽ ഷോയുടെ ആ ഒരു ഹീറോയിസം അത് കമ്പയർ ചെയ്യാണ്. കണ്ടംപററി ഫോം ഓഫ് സെൽഫ് ഇൻട്രസ്റ്റ്, ഗ്രീഡ്, അതൊക്കെ വെച്ചിട്ട് ആളുടെ ആളുടെ ഐഡിയലിസം, ആളുടെ ഹീറോയിസം, അതിനൊക്കെ കമ്പയർ ചെയ്യാണ് ഇവിടെ പോയിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എപ്പിഗ്രാഫ് ഉണ്ട്. അത് ആക്ച്വലി ലാറ്റിൻ ഫ്രേസാണ്. റെലിക്വൻഡ് ഒംനിയ സെർവാരെ റെം പബ്ലിക്കം എന്നാണ് പറയുന്നത്. ദേ റിലിംഗ്വിഷ് സാക്രിഫൈസ് എവറിത്തിങ് ടു സെർവ് ദ റിപ്പബ്ലിക്. അപ്പോൾ അവരെല്ലാം ഇല്ലാതേക്ക്, ദേ ലീവ്, ദേ റിലിംഗ്വിഷ് സാക്രിഫൈസ്ഡ്, ദേ റിലിംഗ്വിഷ് സാക്രിഫൈസ്ഡ് എവറിത്തിങ് ടു സെർവ് ദി റിപ്പബ്ലിക്. അപ്പോൾ അവരെല്ലാം സാക്രിഫൈസ് ചെയ്തിട്ടാണ് റിപ്പബ്ലിക്കിനെ സെർവ് ചെയ്തത് എന്നാണ് അതിനകത്ത് എഴുതിയിട്ടുള്ളത്. റെലിക്വൻറ്റ് ഒമിനിയ സെർവാരെ റെം റിപ്പബ്ലിക്കം. ഓക്കെ, അപ്പം ഇതിനകത്ത് ഈ ഒരു കോട്ടിങ് കൊണ്ടുവന്നിട്ടുകൊണ്ട് ലോവൽ ഉദ്ദേശിക്കുന്നത് ഒരു തീം ഓഫ് നോബിൾ സെൽഫ് സാക്രിഫൈസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇത് ലാറ്റിനിൽ എഴുതിയ ആ ഫ്രേസ് കൊളോണൽ ഷോനെ ഉള്ളൊരു മെമ്മോറിയൽ ആയിട്ടാണ്. ആളുടെ 54th മാസച്യൂസെറ്റ്സ് വോളണ്ടിയർ റെജിമെൻറ്റ്, ആൾ കമൻഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ റെജിമെൻറ്റിൻ്റെ പേരാണ് 54th മാസച്യൂസെറ്റ്സ് വോളണ്ടിയർ റെജിമെൻറ്റ്. അപ്പോൾ അത് അവരുടെ ഡെത്തിന് ശേഷം, മാസമായിട്ട് അവർ മരിക്കുകയുണ്ടായത്. അപ്പോൾ അതിന് ശേഷം അവരെ ഓർക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു സ്കൾപ്ചർ, ആ സംഭവത്തിൽ ഇൻസ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുള്ള വാക്കുകളായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ഹി ലീവ്സ് എവറിത്തിങ് എൽസ് ടു സെർവ് റിപ്പബ്ലിക്. അവരെല്ലാം വേണ്ടെന്ന് വെച്ചു റിപ്പബ്ലിക്കിനെ സെർവ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇനി പോത്തേക്ക് പോവുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റാൻസയിൽ ആൾ പറയുന്നത് ഒരു ഓൾഡ് ബോസ്റ്റൺ, സൗത്ത് ബോസ്റ്റൺ അക്വേറിയത്തിനെ റീഡേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് അവിടെ പോയിട്ട് ചെയ്യുന്നത്. സോ ആൾ പറയുന്നുണ്ട് സൗത്ത് ബോസ്റ്റണിൽ ഒരു പാർട്ടിൽ ഒരു സൗത്ത് ബോസ്റ്റൺ അക്വേറിയം ഉണ്ടായിരുന്നു, വിച്ച് ഇസ് ഓൾഡ്, അത് പഴയതാണ്. ദി ഓൾഡ് സൗത്ത് ബോസ്റ്റൺ അക്വേറിയം സ്റ്റാൻഡ്സ് ഇൻ എ സഹാര ഓഫ് സ്നോ നൗ. Its broken window are boarded. The bronze weather vane cord has lost half of its scale. The airy tanks are dry. അപ്പോൾ ഇതെല്ലാം 4 line സ്റ്റാൻസുകളാണുള്ളത്. ഓക്കെ, അപ്പോൾ ആൾ പറയാണ് ആ ഒരു സൗത്ത് ബോസ്റ്റൺ അവിടെ ഒരു സൗത്ത് ബോസ്റ്റൺ അക്വേറിയം ഉണ്ട്. അത് ഓൾഡാണ്. അത് ആ ഒരു ഹീറ്റും സ്നോവും എല്ലാം കൊണ്ട് നിൽക്കുന്ന ഒരു അക്വേറിയമാണ്. അത് ഇപ്പോൾ ഡെസലേറ്റ് ആണ്. ഇനി സഹാര ഓഫ് സ്നോ, സഹാര മീൻസ് ഡെസേർട്ട് അല്ലേ. അപ്പോൾ ഈ ഡെസേർട്ട് കൂടുതൽ വാസ്റ്റായിട്ട് ഇങ്ങനെ കൈൻഡ് ഓഫ് അബാൻഡൻഡ് പോലെയാണല്ലോ ഡെസേർട്ട് ഉണ്ടാവുക. അപ്പം ഈ ഒരു സഹാര ഓഫ് സ്നോ, ഈ സ്നോ ആണ് അവിടെ, ഇറ്റ്സ് വിൻ്റർ. അപ്പം ഈ അക്വേറിയം ഇറ്റ് ഈസ് ഷട്ട് ഡൗൺ. അതിൻ്റെ ബ്രോക്കൻ വിൻഡോസ് ആ ബോർഡഡ് എന്ന് പറയുന്നത്. അപ്പം കുറച്ച് കാലമായിട്ട് അത് ഉപയോഗിക്കുന്നില്ല, അത് അടച്ചിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. ലോവൽ ക്രിയേറ്റ്സ് എ പിക്ചർ ഓഫ് ഡെസലേഷൻ യൂസിങ് ദീസ് 2 ഓപ്പോസിങ് പ്ലേസസ്, സഹാര ഓഫ് സ്നോ. സൗത്ത് ബോസ്റ്റണും ഈ സഹാരയും ഈ 2 പ്ലേസിനെ കൊണ്ടുവന്നിട്ട് ആ ഒരു ഡെസലേഷനാണ് കാണിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് വിൻ്റർ ദെയർ. ഓക്കെ, അതിന് സഹാര എന്ന് വിളിക്കാൻ കാരണം ഡെസേർട്ട്, നോബഡി ഈസ് വിസിറ്റിങ് ഇറ്റ്, ആരും വരുന്നില്ല, അത് ബാരനാണ് ഇപ്പോൾ അവിടെ. ഓക്കെ, ഒരു ഡെസേർട്ട് പോലെ അത് ബാരനാണ്. ആൻഡ് അത് വിൻ്റർ സീസൺ ആണ്. സോ ഒരു സ്പ്രിങ്ങിൻ്റെ ഒരു ഹോപ്പൊന്നും ഇല്ലാത്തൊരു ഡെഡ് സീസണാണ്. അപ്പോൾ അത് കൈൻഡ് ഓഫ് ഡൈയിങ് ആണ് ആ സംഭവം എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് സ്റ്റാൻഡ്സ് ഇൻ ദ ഡെസേർട്ട് ഓഫ് സ്നോ. അതിൻ്റെ വിൻഡോസ് അതൊക്കെ ബ്രോക്കൺ ആയിട്ടുള്ള വിൻഡോസാണ്. അപ്പം ആ ഒരു അക്വേറിയത്തിൽ ഒരു കോഡ് അല്ലെങ്കിൽ ഒരു ഫിഷ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. A cod or fish was there in the top of the building. ആ ബിൽഡിങ്ങിൻ്റെ ടോപ്പിൻ്റെ ആ ഭാഗത്തും ഉണ്ടായിരുന്നു.
ആൻഡ് അറ്റ് ദാറ്റ് ടൈം ദി അക്വേറിയം ഫേമസ്, പാസ്റ്റോറിറ്റി പോയതാണ് ആൾ. അക്വേറിയം ഫേമസ് ആയ സമയത്ത് അവിടെ ഫിഷുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കാലത്ത് നന്നായിട്ടുണ്ടായിരുന്ന ആ ഒരു സംഭവം ഇപ്പോൾ ഡിസ്ട്രക്റ്റീവ് ആയിട്ട് ഉള്ള ഒരു സിറ്റുവേഷനിലാണ്, ഡിസ്ട്രക്റ്റഡ് ആണത്. അപ്പോൾ ആ ഒരു ടാങ്ക് പണ്ട് ഒരുപാട് ഫുള്ളായി നിന്നിട്ടുണ്ടായിരുന്ന ടാങ്കൊക്കെ ഇപ്പോൾ ഡ്രൈ ആയി എന്നാണ് പറയുന്നത്. ഇറ്റ് ഇസ് നോട്ട് ലുക്ഡ് ആഫ്റ്റർ. അതിൻ്റെ ആ ഒരു മെയിൻ്റനൻസ് ഒന്നും മര്യാദയ്ക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് പിന്നെ ആൾ പറയുന്നുണ്ടായിരുന്നത് ആ ഒരു അക്വേറിയം അതിപ്പോൾ ഷാക്കിൾസ് ആണെന്ന് പറഞ്ഞായിരുന്നല്ലോ, വിത്ത് ബ്രോക്കൺ വിൻഡോസ് അങ്ങനെയൊക്കെയാണ് അതുള്ളത്. ദാറ്റ് ആർ ബോർഡഡ് ആൻഡ് ബ്രോൺസ് വെതർവെയിൻ ഫിഷ് ഉണ്ടായിരുന്നു അവിടെ. അതിൻ്റെ സ്കെയിലൊക്കെ അതിന് നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. അതായത് ആ ഒരു ഫിഷ്, കോഡ് ഫിഷ്, അത് മിഡ് എയറിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്നോ ഒക്കെ കാരണം അതിൻ്റെ എന്തായി ആ അതിൻ്റെ ഫിൻസും അതിൻ്റെ സ്കെയിൽസും അതൊക്കെ കേടുവന്നു എന്നാണ് പറയുന്നത്. ഹാസ് ലോസ്റ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റാൻസ. വൺസ് മൈ നോസ് ക്രോൾഡ് ലൈക്ക് എ സ്നെയിൽ ഓൺ ദ ഗ്ലാസ്, മൈ ഹാൻഡ് ടിങ്കിൾ ടു ബേസ്റ്റ് ദ ബബിൾസ് ഡ്രിഫ്റ്റിംഗ് ഫ്രം നോസസ് ഓഫ് ദ കോവ്ഡ് കംപ്ലയൻറ്റ് ഫിഷ്. ഓക്കെ, അപ്പം ഇനി ഇത്രയും നേരം ആൾ ആ ഒരു അതിൻ്റെ റൂവിനെ കുറിച്ച് പറഞ്ഞു. അപ്പം ഇനി ഈ പാരഗ്രാഫ് തുടങ്ങുമ്പോൾ ആൾ പറയുന്നത് ആ സൗത്ത് ബോസ്റ്റൺ ആൾ പാസ്റ്റിലോട്ട് പോവുകയാണ്. ആൾ ചെറുതായിരിക്കുന്ന സമയത്ത്, ആളുടെ ചൈൽഡ്ഹുഡ് ടൈമിൽ, ആൾ കുട്ടിയിരിക്കുന്ന സമയത്ത് ഹി വിസിറ്റഡ് ദിസ് അക്വേറിയം. അവിടെ പോയപ്പം ആൾ ഈ ടാങ്ക്സിനുള്ളിലോട്ടൊക്കെ നോക്കി ഭയങ്കര എക്സൈറ്റഡ് ആയി. ആളുടെ ഹാൻഡ്സ് ടിങ്കിൾഡ് ആവുന്നു എന്ന് പറയുന്നത് ആ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ആൾക്ക് ഉണ്ടായിരുന്നത്. ലൈക്ക് ഹി വാസ് സോ എക്സൈറ്റഡ് ടു ബി ദെയർ. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ആൾക്ക് ഇഷ്ടം എന്ന് പറയുന്നത് ഈ സംഭവത്തിനെ കാണുക എന്നല്ല, അത് അങ്ങനെ ഫിഷ് ബബിൾസ് ഉണ്ടാക്കുമല്ലോ, ആ ഒരു ബബിൾസിനെ ബേസ്റ്റ് ചെയ്യാൻ, ദ ഡിസയർ ടു ബേസ്റ്റ് ദ ബബിൾ കമ്മിങ് ഫ്രം ദെം, ആ ഒരു സംഭവമായിരുന്നു ആളുടെ മൈൻഡിലുണ്ടായിരുന്നത്. അപ്പം വൺസ് മൈ നോസ് ക്രോൾ ലൈക്ക് എ സ്നെയിൽ ഓൺ ദ ഗ്ലാസ്. അപ്പോൾ ഫ്ലാഷ് ബാക്ക് ടെക്നിക്ക് എടുത്തിട്ട് പണ്ടത്തെ ആൾ ആ ഒരു ഗ്ലാസ്സിൽ മീനിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ മൂക്കയിൽ ആ ഗ്ലാസ്സിൽ കുത്തി വെച്ച് നിൽക്കുന്നത് ലൈക്ക് എ സ്നെയിൽ സിമിലർലി. അപ്പം ആളുടെ നോസ് ആ ഗ്ലാസ്സിൽ അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നതിനെയാണ് അവിടെ സ്നെയിലിനെ പോലെ കമ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കാണുമ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കാരണം ആളുടെ ഹാൻഡ്സ് ഒക്കെ ടിങ്കിൾ ചെയ്യുമായിരുന്നു എന്ന് പറയുകയാണ്. എന്തിന്, ലൈക്ക് ആ സംഭവത്തിനെ, ആ ബബിളിനെ കുത്തി പൊട്ടിക്കാൻ വേണ്ടി ആളുടെ കൈ ഇങ്ങനെ തിരിക്കുമായിരുന്നു. ഹി വാസ് സോ എൻട്രേസ്ഡ് ദാറ്റ് ഹി വോണ്ടഡ് ടു റീച്ച് ഇൻ ആൻഡ് pop the bubble coming from the mouth of the fish. ഈ ഫിഷിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള കൗഡ് ആൻഡ് കംപ്ലയൻറ്റ് എന്നായിരുന്നു. അപ്പം ലൈക്ക് ടു സജസ്റ്റ് ദാറ്റ് ദേ ആർ ബീൻ ഫോഴ്സ്ഡ്, അവരെ ഈ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ അവരെ ഫോഴ്സ് ചെയ്തിട്ടാണ് അവരിങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് നിൽക്കുന്ന കൗഡ് ആൻഡ് കംപ്ലയൻറ്റ് ആയിട്ടുള്ള ഫിഷാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. The next stanza, my hands draw back, I often sigh for the dark, downward and vegetating kingdom of the fish and reptile. One morning last March, I pressed against the new barbed and galvanized. അപ്പോൾ my hands draw back, അപ്പോൾ അവിടെ ആൾ തിരിച്ച് വീണ്ടും പ്രസൻറ്റിലോട്ട് വരികയാണ്. ആൻഡ് ദ പോയറ്റ് ആ ഒരു പ്രസൻറ്റ് ഡേയിലോട്ട് വന്നിട്ട് പറയാണ്, സ്പീക്കർ അഡ്മിറ്റ്സ് ദാറ്റ് ഈവൻ നൗ ഹി ഡേ ഡ്രീംസ് ഓഫ് ദ പാസ്റ്റ്. അപ്പോൾ ആളിപ്പോൾ ഡേ ഡ്രീം ചെയ്യാറുണ്ട് ആളുടെ പാസ്റ്റിനെ കുറിച്ച്. വെൻ ഹി വുഡ് വിസിറ്റ് ദി അക്വേറിയത്തിൽ പോകുന്ന കാര്യങ്ങളൊക്കെ ആൾ ഡേ ഡ്രീം ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത്. ഓഫൻ സൈ സ്റ്റിൽ ഫോർ ദ ഡാർക്ക് ഡൗൺവേർഡ് ആൻഡ് വെജിറ്റേറ്റിംഗ് കിങ്ഡം ഓഫ് ദ ഫിഷ് ആൻഡ് റെപ്റ്റൈൽ. അപ്പോൾ ആ ഒരു ഫിഷ് ആൻഡ് റെപ്റ്റൈൽ ആ ഒരു അക്വേറിയത്തിലോട്ട് പോകുന്നത് ആലോചിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ആ ഒരു ഡാർക്ക് ഡൗൺവേർഡ് ആൻഡ് വെജിറ്റേറ്റിംഗ് കിങ്ഡം എന്ന് പറയുന്നത് ആ ഒരു അനിമൽ കിങ്ഡവും ഹ്യൂമൻ കിങ്ഡവും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് എന്നുള്ള ഒരു സംഭവം കാണിക്കാനായിരിക്കും. ആ ഫിഷ് റെപ്റ്റൈൽ അവരുടെ കിങ്ഡം അത് അവർ ഇങ്ങനെ ആ വെള്ളത്തിലോട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഒരു ഡാർക്ക് ഡൗൺവേർഡ് അതായിരിക്കും. അക്വേറിയം ലൈറ്റിൽ നിന്ന് മാറിയിട്ട് ഇറങ്ങുന്ന ഒരു ഇമേജും അങ്ങനെ എടുക്കാം. അതല്ലെങ്കിൽ ഓൾസോ ദ വേർഡ് കിങ്ഡം ഇറ്റ് ഇൻട്രൊഡ്യൂസ് പബ്ലിക് ഇൻട്രസ്റ്റ്. അപ്പോൾ അതായത് ആ ഒരു ഐഡിയലിസത്തിൽ നിന്ന് ഒരു ഡെസ്പയറിലോട്ട് ഇറങ്ങുന്ന ഒരു കൺട്രി, അല്ലെങ്കിൽ ആ ഒരു ഫിഷ് അല്ലെങ്കിൽ റെപ്റ്റൈൽ കിങ്ഡം, ദ കിങ്ഡം ഓഫ് ഹ്യൂമൻസ് ഇസ് ഓൾസോ ഗെറ്റിംഗ് വേഴ്സ്, ഡാർക്കർ ആൻഡ് ലെസ് നോബിൾ, അങ്ങനെ കൺസിഡർ ചെയ്യാം. ഇനി അടുത്തതിൽ ആ പ്രസൻറ്റിലോട്ട് വരികയാണ്. പണ്ടാൾ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഗ്ലാസ്സിലാണ് ഇങ്ങനെ മൂക്ക് വെച്ച് നിന്നിട്ടുണ്ടായിരുന്നത്. ഇന്ന് ആളൊരു ഫെൻസിലാണ് ചെയ്യുന്നത്. എന്താണ് ഇപ്പോൾ ന്യൂ ആയിട്ടുള്ളത് വെച്ചാൽ ദാറ്റ് ഈസ് പെർട്ടിക്കുലർലി അഗ്ലി ആൻഡ് മെനൻസിങ് ഒരു ബോർഡറാണ്, ആൾക്കാരുടെ ഇടയിൽ തമ്മിൽ ക്രിയേറ്റ് ചെയ്തൊരു ബോർഡറാണ്. അപ്പോൾ ആ ഫെൻസ് എന്താണ്, ആ ബോസ്റ്റൺ കോമൺ ആ ഒരു പബ്ലിക് ഏരിയനെ ആൾക്കാരെല്ലാവരും വരുന്ന ഒരു പാർട്ടിനെ അവിടെ അത് സ്പ്ലിറ്റ് ചെയ്യാണ് അല്ലേ, ഫെൻസ് അങ്ങനെയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ക്രൗഡ് ആ ഒരു സീനറി എൻജോയ് ചെയ്യുന്നതിന് പകരം they are looking at a bulldozer digging up the earth in order to build a parking garage. അപ്പോൾ അത് നമുക്ക് കാണാൻ പറ്റുന്ന ലൈൻസ്. I pressed against the new barbed and galvanized fence on the Boston Common. Behind their cage, yellow dinosaur steams hovel were grunting as they cropped up tons of mush and grass to gouge their underworld garage. ഓക്കെ, അപ്പം
അവിടെ ആ ഒരു ഫെൻസിലാണ് ആളിപ്പോൾ ഇങ്ങനെ ചാരി നിന്ന് നോക്കുന്നത്. ഹിസ് ഗാൽവനൈസ്ഡ്. അവിടെ അവിടെ ഒരു ഫെൻസ് ബോസ്റ്റൺ കോമൺ എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കേണ്ട സ്ഥലത്ത് അവരെന്ത് കൊണ്ടുവന്നു, ഈ ഒരു ഫെൻസ് കൊണ്ടുവന്നു. ഒരു കേജിനുള്ളിൽ നിൽക്കുന്ന പോലെയല്ലേ അവർ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു കേജിൻ്റെ ബാക്കിൽ എന്താ അവർക്ക് കാണാൻ പറ്റുന്നത്, ഒരു യെല്ലോ ഡൈനോസർ സ്റ്റീം സോവൽ, അതായത് JCB അല്ലെങ്കിൽ അങ്ങനെ വലിയ ഹെവി മെഷീൻ ബുൾഡോസർ പോലത്തെ സാധനത്തിനെയാണ് പറയുന്നത്. അപ്പോൾ യെല്ലോ ഡൈനോസർ അതെന്താ ചെയ്യുന്നത്, അത് ഗ്രണ്ട് ചെയ്യാണ്, സൗണ്ട് ഉണ്ടാക്കുകയാണ്. ആസ് ദേ ക്രോപ്ഡ് അപ്പ്, മണ്ണൊക്കെ ഇങ്ങനെ കുഴിച്ച് ആ മഷും ഗ്രാസൊക്കെ ഇങ്ങനെ എടുത്ത് ഒരു ഗരാഷ് ബിൽഡ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് അത് ഉണ്ടാക്കുന്ന ആ ഒരു സൗണ്ട്, ആ മെഷീൻ സൗണ്ടാണ് ഇവിടെ ഗ്രണ്ടിങ് കൊണ്ട് കാണിക്കുന്നത്. ഓക്കെ, അപ്പം ആ ഒരു ഫെൻസിലൂടെ ആൾ ആ കൺസ്ട്രക്ഷൻ നടക്കുന്നത് നോക്കി നിൽക്കുകയാണ്. അവിടെ മെറ്റഫറാണ് ആൾ യൂസ് ചെയ്തിട്ടുണ്ട്. യെല്ലോ ഡൈനോസേഴ്സ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുള്ളത് ആ JCB അല്ലെങ്കിൽ ബുൾഡോസർ പോലത്തെ വലിയ ഒരു ഹെവി വെഹിക്കിളിനെയാണ്. ആൻഡ് പിന്നെ അവിടെ ആ ഒരു യെല്ലോ ഡൈനോസർ എന്താ ചെയ്യുന്നത്, സ്റ്റീം ഹോവലാണ് ചെയ്യുന്നത്. ഓക്കെ, വിച്ച് ഈസ് ഇറ്റ് ഈസ് ഓൾസോ ഗ്രണ്ടിങ് എന്ന് പറയുന്നത് മനുഷ്യർ ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ ഒരു പേഴ്സോണിഫിക്കേഷനാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത് അല്ലേ. ആൻഡ് ആ ബുൾഡോസർ എന്താണ് ചെയ്യുന്നത്, ആ ഒരു പാർക്കിംഗ് ഗാരേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിങ്ങനെ മണ്ണ് കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അവിടെ സ്ഥലം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സാവേജ് ആൻഡ് ഹെല്ലിഷ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ബിഹേവിയർ ഓഫ് ഹ്യൂമൻസ് അതാണ് കാണിക്കുന്നത്. ആ ബുൾഡോസേഴ്സ് ആർ മെറ്റഫോറിക്കലി ഡിസ്ക്രൈബ്ഡ് ആസ് ഡൈനോസേഴ്സ്. അപ്പം അവർ അണ്ടർഗ്രൗണ്ട് ഗരാജ് ഉണ്ടാക്കുകയാണ്. ഈ ഒരു മോഡേൺ കൺസ്ട്രക്ഷൻ അത് ഇവോക്ക് ചെയ്യുന്ന ഒരു ഇമേജ് എന്ന് പറയുന്നത് പ്രീ ഹിസ്റ്റോറിക് ആനിമലിസ്റ്റിക് വേൾഡാണ്. ഡൈനോസേഴ്സിനെ പോലത്തെ വലിയ ബീസ്റ്റുകളെയാണ് ആ ഒരു JCB അല്ലെങ്കിൽ മോഡേൺ ഇൻവെൻഷൻസ് എന്താ പറയുക സിഗ്നിഫൈ ചെയ്യുന്നത്. അപ്പം അവർ ആ മെഷീൻസ് എന്താ ചെയ്യുന്നത്, എർത്തിനെ ഡിഗ് ചെയ്തെടുക്കുകയാണ്. ഒരു അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഗരാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡിഗ് ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ അവിടെ അണ്ടർ വേൾഡ് എന്നാണ് യൂസ് ചെയ്തത്, അണ്ടർഗ്രൗണ്ട് എന്നല്ല. ഇപ്പോൾ ഒരു ഹെൽ ലൈക്ക് സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. Then next, parking spaces luxuriate like civic sand piles in the heart of Boston. A girdle of orange Puritan pumpkin-colored girders braces the tingling state house. അപ്പോൾ പറയുകയാണ് ആ ഒരു സൂൺ ടു ബി പാർക്കിംഗ് സ്പേസസ് ഇപ്പോൾ അത് എന്താണ്, അത് ഫുള്ള് മണ്ണും കൊണ്ട് മൂടിയിട്ടൊരു സ്ഥലമാണ്. ആ ഒരു ബോസ്റ്റൻ്റെ മിഡിലിൽ ആ ഒരു തണുപ്പിൽ ഇങ്ങനെ മണ്ണും കൊണ്ട് മൂടിയിട്ടുള്ളൊരു സ്ഥലമാണ് ഇപ്പോൾ അത്. അപ്പം ഇപ്പം അതിൻ്റെ അണ്ടർ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഈ ഡ്യൂറിങ് കൺസ്ട്രക്ഷൻ സമയത്ത് അത് സാൻഡ് പൈൽസ് മാത്രമായിട്ടുള്ളൊരു പ്ലേസ് ആണ്. ആ ഒരു ലക്ഷൂറിയസ് പാർക്കിംഗ് സ്പേസ് ഇൻ ദ സിറ്റി അതിപ്പോൾ വെറും മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ലൈനിൽ പറയുന്നത് ഗിർഡിൽ ഓഫ് ഓറഞ്ച്, അത് ഇറ്റ് റെഫേഴ്സ് ടു ദി അണ്ടർ ഗാർമെൻറ്റ് വുമൻ വിയർ. ഗിർഡേഴ്സ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു സപ്പോർട്ടിംഗ് ബീംസ് യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ ദാറ്റ് ബ്രേസസ് ദ സ്റ്റേറ്റ് ഹൗസ്. അതാണ് ആ ഒരു ടേമിൻ്റെ മീനിങ്. അപ്പോൾ ഗേർഡിൽ ഓഫ് ഓറഞ്ച് എന്ന് പറയുന്നത് വുമൻസ് അണ്ടർ ഗാർമെൻസിൻ്റെ അടുത്തേക്ക് പോയി. ഗിർഡേഴ്സ് എന്ന് പറയുന്നത് സപ്പോർട്ടിംഗ് ബീംസ് അതിലോട്ട് പോയി. അപ്പോൾ ആൾ സ്റ്റേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗിർഡേഴ്സ് ആർ ഓറഞ്ച് റൈറ്റ് അവേ എന്നാണ്. പംകിൻ, പ്യൂരിറ്റൻ പംകിൻ എന്ന് വിളിക്കുന്നുണ്ട്. ഫർദർ ഹി ഡിസ്ക്രൈബ്സ് ദം ആസ് പ്യൂരിറ്റൻ പംകിൻ കളേർഡ്. അപ്പോൾ പ്യൂരിറ്റൻ റെഫേഴ്സ് ടു ദ സ്പെസിഫിക് റിലേഷൻ. അപ്പോൾ പോപ്പുലേഷൻ ബോസ്റ്റണിലുള്ള പോപ്പുലേഷൻ കൂടുതലും പ്യൂരിറ്റൻസ് ആയിരിക്കും. അപ്പം ആ ഒരു വിമൻ്റെ അണ്ടർ ഗാർമെൻറ്റ് ഗേർഡിലിനെ ആൾ സപ്പോർട്ടിംഗ് ബീംസ് ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ആ ഒരു ഗേർഡിൽസ് എന്ന് പറയുന്നത് ഓറഞ്ച് ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കളറിനെ കുറിച്ച് പറയുന്നത് മേ ബി ആ ഒരു ബിൽഡിംഗ്, അത് എൻ്റയർ ബിൽഡിംഗ് അത് ഇറ്റ് വാസ് പെയിൻറ്റഡ് ഇൻ പംകിൻ കളർ. അപ്പോൾ അതുകൊണ്ടായിരിക്കും ആ ഒരു ഗേർഡിൽ ഓഫ് ഓറഞ്ച് പ്യൂരിറ്റൻ പംകിൻ കളേർഡ് ഗേർഡേഴ്സ് ആ ഒരു സപ്പോർട്ടേഴ്സ് ബീംസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആ ഒരു പ്യൂരിറ്റൻസിനെ പറഞ്ഞിട്ടുള്ളത് മേ ബി അവരാണ് അവിടെ ഒരു കൈൻഡ് ഓഫ് ലോ അല്ലെങ്കിൽ അവിടെ ആ ഒരു ജസ്റ്റിസ് ലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഫൗണ്ടേഷൻ കൊണ്ടുവന്നത് അവരാണ്. അപ്പോൾ ഇത് നമുക്ക് JCB ഈസ് ഡിഗിങ് ഇറ്റ് ഓൾ ഫ്രം ദി എർത്ത്. അതായത് അവർ എൻ്റയർ ബിൽഡിങ് അവിടെ ട്രാമ്പിൾ ചെയ്യാണ്, ഷാക്കിൾ ചെയ്യാണ്. അവർക്ക് എന്തൊക്കെയോ ഉണ്ടായിരുന്ന ആ ഒരു കൺട്രോളൊക്കെ പോവാണ് അല്ലേ. ദേ ആക്ട് ലൈക്ക് ഗിർഡിൽ. പ്യൂരിറ്റൻ ഐഡൽസ് അവർക്ക് അമേരിക്ക ഉണ്ടാക്കിയ സമയത്ത് ഫൗണ്ടേഷൻ ലോ ഓഫ് അമേരിക്കൻ ലോ കൊണ്ടുവന്നിട്ടുള്ളതൊക്കെ ഈ പ്യൂരിറ്റൻസ് ആണ്. അപ്പം ഇറ്റ് സ്റ്റുഡ് ലൈക്ക് എ ഗിർഡിൽ ഇൻ ഫ്രണ്ട് ഓഫ് ദി സിറ്റിസൻസ്. അപ്പോൾ അവരുടെ മുന്നിൽ ഒരു സപ്പോർട്ടിംഗ് ബീം പോലെ നിന്നിട്ടുണ്ടായിരുന്ന സംഭവമായിരുന്നു അതെല്ലാം. ഇനി മറ്റേ ഷേക്കിംഗ് ഓവർ ദി എക്സവേഷൻസ് ആസ് ഇറ്റ് ഫേസസ് കൊളോണൽ ഷോ ആൻഡ് ഹിസ് ബെൽ ചീക്ഡ് നീഗ്രോ ഇൻഫാൻട്രി ഓൺ സെൻറ്റ് ഗൗഡൻസ് ഷേക്കിംഗ് സിവിൽ വാർ റിലീഫ് പോപ്ഡ് ബൈ എ പ്ലാങ്ക് സ്പ്ലിൻറ്റ് അഗാൻസ്റ്റ് ദി ഗരാഷ് എർത്ത് ക്വേക്ക്. അപ്പം അവിടെ ആ ഒരു മെഷീൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും ആ ഷേക്കിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടാവുക.
ഇവർ മണ്ണിങ്ങനെ കൂട്ടി വെക്കുന്ന ആ ഒരു സ്ഥലം, ആ സ്ഥലം ഇറ്റ് ഫേസസ് കൊളോണൽ ഷോ. അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് ഈ കൊളോണൽ ഷോയുടെ ആ ഒരു എന്തുള്ളത് ഒരു സ്കൾപ്ചർ ഉള്ളത്. ആൻഡ് ഇസ് ബെൽ ചീക്ഡ് നീഗ്രോ ഇൻഫെൻട്രി. അപ്പോൾ ആളുടെ നീഗ്രോ ഇൻഫെൻട്രി, ആളുടെ ആ ഒരു റെജിമെൻറ്റിൻ്റെ ഒരു സ്കൾപ്ചർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അവിടെയായിരുന്നു. The memorial is facing the building which is now, ആ ഒരു അക്വറി ഉണ്ടായിരുന്ന ഭാഗം ഒരു ലാൻഡ്സ്കേപ്പ്, മറ്റേ ആ ഒരു ലാൻഡ്സ്കേപ്പ് അവിടെ ഒരു JCB അല്ലെങ്കിൽ ആ സംഭവം കുഴിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്ലേസ് ഉള്ളതിൻ്റെ ഓപ്പോസിറ്റ് ആയിരുന്നു ഈ മെമ്മോറിയൽ നിന്നിട്ടുണ്ടായിരുന്നത്. ദേ ആർ ഫേസിങ്. അപ്പോൾ ആ ഒരു 54th ഇൻഫെൻട്രി സിവിൽ വാറിൻ്റെ സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു ബ്ലാക്ക് ഇൻഫെൻട്രീനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ആ ഒരു സ്കൾപ്ചർ ഉള്ളത് അഗസ്റ്റസ് സെയിൻറ്റ് ഗോർഡൻസ് എന്ന് പറയുന്ന ആളാണ് ഈ ഒരു സ്റ്റാച്യു ഉണ്ടാക്കിയുള്ളത്. അഗസ്റ്റസ് സെയിൻറ്റ് ഗോർഡൻസ് ഒരു ഐറിഷ് അമേരിക്കൻ സ്കൾപ്ചറാണ്. ഹീ ഈസ് ദ വൺ ഹൂ മെയ്ഡ് ദ സിവിൽ വാർ സ്റ്റാച്യു ദാറ്റ് ലോവൽ ഇസ് റൈറ്റിംഗ് ഓഫ്. ഓക്കെ, അപ്പോൾ ഈ ഒരു മെമ്മോറിയൽ അവിടെ ഷെയ്ക്ക് ചെയ്യുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. മറ്റേ അപ്പുറത്ത് നടക്കുന്ന ആ ഒരു JCBയും ബുൾഡോസർ പോലത്തെ സാധനങ്ങളൊക്കെ അതിങ്ങനെ മണ്ണൊക്കെ കോരിയെടുക്കുന്ന ആ സമയത്ത് അത് വൈബ്രേറ്റ് ചെയ്യുന്നതും ആ ടിംഗ്ലിംഗ് ആയിട്ടുള്ള സംഭവം കാരണം ഈ ഒരു സംഭവം ഇവിടെ ഷെയ്ക്ക് ചെയ്യുന്നു. ഇറ്റ് ഈസ് റാംഡ് അപ്പ് അഗൈൻസ്റ്റ് ദ സെൻസ്ലെസ് കൺസ്ട്രക്ഷൻ ദാറ്റ് ഈസ് ഗോയിങ് ഓൺ. അപ്പോൾ ആ ഒരു സ്കൾപ്ചറിനെ ഒരു പ്ലാങ്ക് സ്പ്ലിൻറ്റ് വെച്ചിട്ട് എങ്ങനെയൊക്കെയോ ബാലൻസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന പോലെയൊക്കെയാണ് അത് നിൽക്കുന്നത്. അപ്പം അതിന് ലാക്ക് ഓഫ് കെയർ ആണ് അതിന് കിട്ടുന്നത് എന്നുള്ള, അങ്ങനെ ഒരു ഓണറബിൾ ആയിട്ടുള്ള ഒരു മോണ്യുമെൻറ്റിന് അത്രയും എന്താ പറയുക ഒരു കെയർ അതിനെ നോക്കാനോ കാണാനോ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനൊന്നും ആരും ഇല്ല എന്നാണ്. അപ്പം ഈ ഒരു എന്താ പറയുക അവർ ആ ഒരു സ്കൾപ്ചറിലുണ്ടായിരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു 54th മാഷറ്റ്സ് വോളണ്ടിയർ റെജിമെൻറ്റിൽ ഉണ്ടായിരുന്ന ആ ഫുൾ ബ്ലാക്ക് സ്ക്വാഡാണ് ഉണ്ടായിരുന്നത്. ആ ഒരു വൈറ്റ് ക്യാപ്റ്റനും ഉണ്ടായിരുന്നു, കൊളോണൽ ഷോ. ആൻഡ് ദേ വർ കിൽഡ്. അപ്പം ആ ഒരു കൊളോണൽ ഷോ ആളും മരിച്ച സമയത്ത് അതൊരു ഐഡിയലിസം ഓഫ് ദ യൂണിയൻ ആണ് അത് കാണിക്കുന്നത്. അപ്പം ഇനി അവരുടെ ആ ഒരു സ്റ്റോറിയാണ് പറയുന്നത്. 2 months after marching through Boston, half the regiment was dead. At that dedication, William James could almost hear the bronze Negroes breathe. അപ്പം ആ ഒരു സമയം 2 മാസമായിരുന്നു അവർ ആ ഒരു ബോസ്റ്റണിൽ ത്രൂ ഔട്ട് നടന്ന അവരുടെ ഫൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇവിടെ പോയിട്ട് ഇസ് ഡിസ്ക്രൈബിങ് ദ സിവിൽ വാർ ആൻഡ് ഡിസ്കസ് ദ ഫേറ്റ് ഓഫ് 54th ഇൻഫെൻട്രി. അപ്പോൾ അവർ 2 months സൗത്ത് മുഴുവൻ മാർച്ച് ചെയ്യുമായിരുന്നു. അങ്ങനെ അവർ ഫൈറ്റ് ഉണ്ടായിട്ട് ഹാഫ് ഓഫ് ദ മെമ്പേഴ്സ് അതിന് ലോസ്റ്റ് ആയി എന്നാണ് പറയുന്നത്. ആൻഡ് ദി സോൾജേഴ്സ് ദേ സാക്രിഫൈസ് ദെയർ ലൈഫ്, ദേ ഗേവ് അപ്പ് ഓൾ. അവരുടെ ലൈഫൊക്കെ ഒരു ഈ റിപ്പബ്ലിക്കിന് വേണ്ടിയിട്ട് കളഞ്ഞവരാണ്, സാക്രിഫൈസ് ചെയ്തവരാണെന്നാണ് പറയുന്നത്. ആ ഒരു ഡെഡിക്കേഷൻ കണ്ടപ്പോൾ വില്യം ജെയിംസ് കുഡ് ഓൾമോസ്റ്റ് ഹിയർ ദ ബ്രൗൺസ് നീഗ്രോസ് ബ്രീത്ത്. അപ്പം വില്യം ജെയിംസ് എന്ന് പറയുന്നത് ഇസ് എ ഫിലോസഫർ ഫ്രം ബോസ്റ്റൺ. ആളാണ് അതിന് ഇനോഗ്രൽ സ്പീച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ സ്റ്റാച്യു അതിൻ്റെ ആ ഒരു ഇനോഗ്രേഷൻ്റെ സമയത്ത്. അപ്പോൾ ദ സ്പീക്കർ കുഡ് ഹിയർ ദ ബ്രൗൺ സ്റ്റാച്യു ബ്രീത്ത്. ആ സമയത്ത് ആൾക്കാർക്ക് ആ ബ്രൗൺ സ്റ്റാച്യു നീഗ്രോസിൻ്റെ പിക്ക് അല്ലെങ്കിൽ ആ ഒരു ഇമേജ് സ്കൾപ്ചേർഡ് ആക്കിയിട്ടുണ്ടായിരുന്ന ആ ഒരു ബ്രൗൺ സ്റ്റാച്യു എന്താണ് അത് ബ്രീത്ത് ചെയ്യുന്ന പോലെ ആൾക്കാർക്ക് തോന്നി എന്നാണ് പറയുന്നത്. ദേ ലുക്ക്ഡ് വെരി റിയൽ. അല്ലെങ്കിൽ the people they were moved by their courage or sacrifice, that the statue seemed almost real to them. Their monument sticks like a fishbone in the city's throat. It is colonel is as lean as a compass needle. ഒരു ഫിഷ് ബോൺ നമ്മുടെ ത്രോട്ടിലിരിക്കുമ്പോൾ നമുക്കത് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയി തോന്നില്ലേ. അപ്പോൾ അതേപോലെ ആ ഒരു സിറ്റിയുടെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദ സോൾജേഴ്സ് നവ് എന്ന് പറയുന്നത് ഇസ് കൈൻഡ് ഓഫ് ഡിസ്കംഫർട്ട്. ലൈക്ക് ഒരു റെഫറൻസ് ഒന്നുമല്ല അവരോട് തോന്നുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അവരൊന്നും വില കൊടുക്കുന്നില്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് കോളോണൽ ഇസ് എ ലീൻ ആസ് എ കോമ്പസ് നീഡിൽ. അത് അങ്ങനെ പറഞ്ഞതുകൊണ്ട് അവിടെ കോളോണലിനെ ആൾ ആരായിട്ട് കമ്പയർ ചെയ്യണം, ഒരു നീഡിൽ, കോമ്പസ് നീഡിലിനെ പോലെയാണ് കമ്പയർ ചെയ്യുന്നത്. ആൻഡ് actually the statue is lean. അപ്പോൾ ലീൻ ആയിരിക്കും, മേ ബി ഷാർപ്പ് ലുക്കിംഗ് ആയിരിക്കും. ആൻഡ് ആളുടെ മുഖത്ത് ഒരു ആംഗ്രി വെൻ ലൈക്ക് വിജിലൻസ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഹി ഹാസ് എൻ ആംഗ്രി വെൻ ലൈക്ക് വിജിലൻസ്, എ ഗ്രേ ഹൗണ്ട്സ് ജെന്റിൽ ടോൺനെസ്, ഹി സീംസ് ടു വിൻസ് അറ്റ് പ്ലഷർ ആൻഡ് സഫക്കേറ്റ് ഫോർ പ്രൈവസി. അപ്പോൾ ആ ഒരു സ്കൾപ്ചറിനെയാണ് അതിനകത്ത് ആ ഒരു കോളനലിനെയാണ് അവർ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഒരു കോമ്പസ് നീഡിൽ പോലെയാണെന്ന് പറഞ്ഞു, ഒരു ലീൻ ആണെന്ന് പറഞ്ഞു, ഷാർപ്പ് ലുക്കിംഗ് ആണെന്ന് പറഞ്ഞു. ആ ഒരു ദേഷ്യം വ്രെൻ ലൈക്ക് ഒരു ബേർഡ് ലൈക്ക് ആയിട്ടൊരു ദേഷ്യമാണ് ആൾക്ക് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. ഒരു ഗ്രേ ഹൗണ്ടിൻ്റെ ജെന്റിൽ ടോൺനെസ് ആൾക്കുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആളെവിടെ കമ്പയർ ചെയ്തിട്ടുള്ള 2 ആനിമൽസ് വെച്ചിട്ടാണ്. വ്രെൻ എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ബേർഡ് ആൻഡ് ഗ്രേ ഹൗണ്ട് എന്ന് പറയുന്ന ഡോഗ്. ആൻഡ് ഹീ സീംസ് ടു വിൻസ് അറ്റ് പ്ലഷർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് അപ്പം ആള് ഭയങ്കര വിജിലൻ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നല്ലോ. ഹീ ബ്രേസസ് ഹിംസെൽഫ് ഫ്രം ഡേഞ്ചർ.
അപ്പം ആളെ തന്നെ ഒരു ഡേഞ്ചറിന് ഇട്ട് കൊടുത്തിട്ടുള്ള ഒരാളാണ്. ഹി യൂസ് ടു ബ്രേസിങ് ഹിംസെൽഫ് ഫോർ ഡേഞ്ചർ. അപ്പം ഹി ഫെയിൽസ് ടു ആൻറ്റിസിപ്പേറ്റ് ദാറ്റ് ഗുഡ് തിങ്സ് മൈറ്റ് കം ഇൻ ഹിസ് വേ. അപ്പം അങ്ങനെ നല്ല കാര്യങ്ങൾ എന്തെങ്കിലും വരുമ്പോൾ ആളെന്താണ്, അല്ലെങ്കിൽ ആള് ഒരു കൈൻഡ് ഓഫ് സർപ്രൈസ്ഡ് ആയിരിക്കും. ഹി സീംസ് ടു വിൻസ് അറ്റ് പ്ലഷർ ആൻഡ് സഫക്കേറ്റ് ഫോർ പ്രൈവസി. അതും ഒരു സ്ട്രേഞ്ച് ഫ്രേസ് ആണ് അല്ലേ. അപ്പോൾ ലോവൽ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഈ സ്റ്റാച്യു എന്ന് പറയുന്നത് ഒരു മിയർ ഒബ്ജക്റ്റ് ആണ്. അത് കമ്പയർ ചെയ്യുന്നത് ആനിമൽ ലൈക്ക് റെൻ, ഗ്രേ ഹൗണ്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ്. അപ്പം ദർ ഇസ് എ കൈൻഡ് ഓഫ് എവല്യൂഷൻ ഇൻ ദ സ്റ്റാച്യൂസ് ഡിസ്ക്രിപ്ഷൻ വിച്ച് ബ്രിങ്സ് ഇറ്റ് സ്ലോലി മോർ ടു ലൈഫ്. ഒരു ബേർഡ് പോലെയായിരുന്നു, വിജിലൻ്റ് ആയിരുന്നു, ഒരു ജെൻറ്റിൽ ടോൺനെസ് ആൾക്കുണ്ടായിരുന്നു, ലൈക്ക് ആ ഒരു ഡോഗിനെ പോലെ, ഗ്രേ ഹൗണ്ടിനെ പോലെ, ഒരു ബോ സ്ട്രിങ് പോലെ ഭയങ്കര ടൈറ്റ്സ് ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. He is out of bounds now. He rejoices in man's lovely, peculiar power to choose life and die. When he leads his black soldiers to death, he cannot bend his back. He is out of bounds now കാണിക്കുന്നത് he is dead. അപ്പോൾ കൊളോണൽ റോബർട്ട് ഷോ ഇപ്പോൾ ഇവിടെ ഇല്ല. He is also out of the bounds of life. ആൻഡ് ആള് ചൂസ് ചെയ്തത് എന്തായിരുന്നു, he chose to die. അപ്പോൾ ആളാണ് അത് തിരഞ്ഞെടുത്തത്. ആ ഒരു ലൈഫും ഡെത്തിൽ നിന്നും ആൾ ഡെത്ത് ചൂസ് ചെയ്തു. ആൻഡ് they all choose to fight bravely until death. അതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ കൊളോണൽ ഷോ he chose to live his life a certain way. ആളുടെ ലൈഫ് ആൾ ചൂസ് ചെയ്ത ഒരു സെർട്ടൈൻ വേയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ലീഡിങ് ഹിസ് ആഫ്രിക്കൻ അമേരിക്കൻ ട്രൂപ്സ് ഇൻ ടു ദ ബാറ്റിൽ. ആളാണ് ആ ഒരു ആൾക്കാരെ ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. ആൻഡ് നൗ ഹി ഈസ് നോ മോർ. അപ്പോൾ ആൾ ഒബ്ലീവിയൻ, ഹി ഈസ് പുട്ട് ടു ഒബ്ലീവിയൻ, മറവിയുടെ ഒരു വേൾഡിലോട്ട് ആളെ തള്ളി വിട്ടു എന്നാണ് പറയുന്നത്. ബൈ ദ മെർസണറി ആറ്റിറ്റ്യൂഡ് ഓഫ് ദ പീപ്പിൾ ഓഫ് ബോസ്റ്റൺ. അപ്പോൾ പീപ്പിൾ ഓഫ് ബോസ്റ്റൺ അതൊന്നും മൈൻഡും കൂടെ ചെയ്യുന്നില്ല. അപ്പം ഒരു കാലത്ത് എന്താ പറയുക, ഒരു കൺട്രിക്ക് വേണ്ടിയിട്ട് എല്ലാം സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടായിരുന്ന ആളാണ്, മരിക്കാൻ തീരുമാനിച്ചിട്ടുള്ള ആളായിരുന്നു. അപ്പോൾ ആളെയൊക്കെ മറന്നു എന്നാണ് പറയുന്നത്. ഹി കാനോട്ട് ബെൻഡ് ഹിസ് ബാക്ക്. ആൾ അത്രയും ഫൈറ്റിങ്ങിൽ ഫറ്റീഗ്ഡ് ആയിരുന്നു എന്നാണ് പറയണത്. അപ്പോൾ ആളുടെ സഫറിങ്സ് ഒക്കെ വെറുതെ ആയി, ആരും അതൊന്നും തിരിഞ്ഞും കൂടെ നോക്കുന്നില്ല കണ്ടംപററി ഏജിൽ. പിന്നെ ആളുടെ ബെൻഡിങ് ബാക്ക് അത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മേ ബി ബേർഡൻ ആയിരിക്കാം, ലൈക്ക് ആൾക്കുണ്ടായിരുന്ന ബേർഡൻ അതിനെയായിരിക്കാം പോസിബിൾ, ലൈക്ക് ദ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് പോസിബിലിറ്റി, ദ ബേർഡൻ ഓഫ് ഗിൽറ്റ് ടുവേർഡ്സ് ദ ഡെത്ത് ഓഫ് ദ സോൾജേഴ്സ്, അതുമായിരിക്കാം ആൾക്ക് ആ ഒരു ബേർഡൻ വന്നു എന്നുള്ളത് പറയാൻ കാരണം. അപ്പോൾ കുറേ പേര് മരിച്ചു എന്ന് പറഞ്ഞായിരുന്നല്ലോ, അപ്പോൾ അവർ മരിച്ചതിന് കാരണം ഇതാണ് എന്നുള്ള തോന്നലൊക്കെ കൊണ്ട് ആ ഒരു ബേർഡൻ ആയിരിക്കാം. They are exhausted but still they have to fight. അവർ എത്രത്തോളം ടയർഡ് ആണെങ്കിലും they have to enter into the battle in spite of all that. അപ്പം നെക്സ്റ്റിൽ പറയുന്നത് on a 1,000 small town New England greens the old white churches hold their hair of spars, sincere rebellion, frayed flags quilt the graveyards of the grand army of the Republican. The stone statues of the abstract Union soldiers grow slimmer and younger each year. Wasp-waisted, they doze over muskets and muse through sideburns. Shaw's father wanted no monument except the ditch where his son's body was thrown and lost with his niggers. ഓക്കെ, അപ്പോൾ ഒരു 3 സ്റ്റാൻസ് അപ്പം ഞാൻ വായിച്ചു. അപ്പോൾ on a 1,000 small town New England greens ആ ഭാഗത്ത് പറയുന്നത് ഈ ഒരു റിവോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് ദ റെസിസ്റ്റൻസ് ഓഫ് അതോറിറ്റീനെ റെസിസ്റ്റ് ചെയ്യുക എന്നുള്ള സംഭവമാണല്ലോ. ഇറ്റ് ഈസ് പ്രോബബ്ലി റിലേറ്റഡ് ടു ദ ഇൻസ്റ്റിറ്റ്യൂട്ടിങ് ആറ്റിറ്റ്യൂഡ് ഓഫ് ന്യൂ ഇംഗ്ലണ്ട്. ആ ന്യൂ ഇംഗ്ലണ്ടിൻ്റെ പുതിയ ഒരു ആറ്റിറ്റ്യൂഡ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഉണ്ടായിരുന്നത്. ബ്രേക്കിംഗ് അവേ ഫ്രം ദ റൂൾ ഓഫ് മൊണാർക്കി, ആ ഒരു മൊണാർക്കി ബ്രേക്ക് ചെയ്തിട്ട് അങ്ങനത്തെ ഫൈറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ സ്മോൾ എന്ന് പറയുന്നത് ആ ഒരു ന്യൂ ഇംഗ്ലണ്ടിൻ്റെ ഒരു ബേർഡ്സ് ഐ വ്യൂവിലാണ് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ആ ഒരു ഇംഗ്ലണ്ട് വിത്ത് തൗസൻഡ്സ് ഓഫ് സ്മോൾ ടൗൺ, അവിടെ വൈറ്റ് ഓൾഡ് ചേർച്ചസ് ഉണ്ട്. ദ എയർ ഓഫ് സ്പാർസ് സിൻസ് റെബല്യന് ശേഷം അവിടെ ഒരു എയർ ഓഫ് സ്പാർസ് ആണുള്ളത്. ഫ്രെയ്ഡ് ഫ്ലാഗ്സ് എന്ന് പറയുന്ന ഇറ്റ് റെഫേഴ്സ് ടു ദി അമേരിക്കൻ ഫ്ലാഗ്സ്. ദേ ആർ സിംബോളിക്, കാരണം അത് യൂണിയനെയാണ് റെഫർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ലോവൽ ഇസ് റിമൈൻഡിങ് ഹിസ് റീഡേഴ്സ് ഹൗ ദ യൂണിയൻ ഫോട്ട് ഫോർ ദ റിപ്പബ്ലിക് ആൻഡ് ഫോർ ദ സ്റ്റേറ്റ് ആസ്പയർ ടു ബി വൺ നാഷൻ. ഒരൊറ്റ നേഷൻ ആവാൻ വേണ്ടിയിട്ട് അവർ ഫൈറ്റ് ചെയ്തതിനെ കുറിച്ചുള്ള സ്ട്രഗിൾസിനെ കുറിച്ചാണ് പറയുന്നത്. അവരുടെ ഓട്ടോണമിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുണ്ടായിരുന്ന ആ ഒരു ഫൈറ്റ്, അവരുടെ റെസിസ്റ്റൻസ്, ആ ഒരു മൊണാർക്കി കളഞ്ഞ് അവർ ഒന്നാവാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന ഒരു ഫൈറ്റ്, അതാണ് അവിടെ റെഫർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അതുകൊണ്ട് കാണിക്കുന്ന ആ ഒരു പ്രസൻറ്റ് ജനറേഷൻ ഇപ്പം അതിനെയൊന്നും മൈൻഡ് ചെയ്യുന്നില്ല എന്നാണ്. അതായത് ആ ഒരു ഫ്രെയ്ഡ് ഫ്ലാഗ്സ്, അപ്പോൾ ആ ഒരു മൊന്യൂമെൻ്റ് ഉള്ള ഭാഗത്ത് മേ പോലെ ഫ്ലാഗൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഈ ഒരു ആ ഒരു മൊന്യൂമെൻറ്റിനെ ആൾക്കാരൊന്നും തിരിഞ്ഞും കൂടെ നോക്കുന്നില്ല. അവിടുത്തെ ഫ്ലാഗ്സ് ഒക്കെ ഫ്രെയ്ഡ് ആണ് എന്ന് പറയാണ്. ആൻഡ് ആ ഒരു പ്രസൻറ്റ് ജനറേഷൻ ദേ ഗിവ് വെരി little importance to the sacrifice of the colonel Shaw and his infantry.
അപ്പോൾ അത് ആ ഒരു ഫ്ലാഗും എല്ലാം ഡാമേജ്ഡ് ആണ്. അവിടെ പാട്രോട്ടിസം ഒന്നും ആർക്കും ഇല്ല. ആ ഒരു റെബലിയന് ശേഷം മരിച്ച മാർട്ടിയേഴ്സൊക്കെ എന്താണ് അവർ മരിച്ചു കഴിഞ്ഞാൽ അവർ കവർ ചെയ്യുന്ന ഫ്ലാഗിലല്ലേ, അതൊക്കെ ഭയങ്കര പ്രഷ്യസ് ആയിട്ട് കാണേണ്ട സംഭവങ്ങളൊക്കെ ഇല്ലേ. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും അല്ല, ഇവിടെ ഫ്രെയ്ഡ് ആണ്, അത് കട്ടാണ്, അതിൻ്റെ എഡ്ജസ് ഒന്നും ഇല്ല, അത് ഡാമേജ്ഡ് ആണ് എന്നൊക്കെയാണ് കാണിക്കുന്നത്. ദർ ഇസ് നോ പാട്രോട്ടിസം ഇൻ ദ ന്യൂ മോഡേൺ അമേരിക്ക. സോ അല്ലെങ്കിൽ ന്യൂ ഇംഗ്ലണ്ട്. അപ്പോൾ അവർ പിന്നെ പറയുന്നത് ക്വെൽ ദ ഗ്രേവ്യാർഡ്സ് ഓഫ് ദ ഗ്രാൻഡ് ആർമി ഓഫ് റിപ്പബ്ലിക്. അപ്പം ആ ഒരു അമേരിക്കൻ ഫ്ലാഗ്സ് അത് ഇപ്പോൾ എല്ലാവിടെയും ഇങ്ങനെ ക്വിൽറ്റ് സ്ക്വയേഴ്സ് ആയിട്ട് അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ കിടക്കുന്നതാണ്. ക്വിൻറ്റസെൻഷ്യൽ അമേരിക്കൻ എന്നുള്ളതാണ് ക്വിൽറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു പാട്രോട്ടിസം ഒന്നും ഇല്ല, എല്ലാം പോയി. ഇറ്റ് ഓൾ ഹാഡ് ഡൈഡ്. ആ ഒരു റിപ്പബ്ലിക്കിന് വേണ്ടിയിട്ട് മരിച്ചവരെ ആരും നോക്കുന്നില്ല, ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു പാട്രോട്ടിസം ഇല്ല. അതാണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ, അടുത്തത് ദ സ്റ്റോൺ സ്റ്റാച്യൂസ് ഓഫ് അബ്സ്ട്രാക്ട് യൂണിയൻ സോൾജർ. അപ്പോൾ അവിടെ പറയുന്നത് ആ ഒരു യൂണിയൻ സോൾജറിൻ്റെ ആ ഒരു സ്റ്റാച്യൂസ് അത് ഗ്ലിമ്മർ ആൻഡ് യങ്ങർ ആവാണ് ഈച്ച് ഡേയ്സ് എന്നാണ് പറയുന്നത്. അബ്സ്ട്രാക്ട് യൂണിയൻ സോൾജർ, കൊളോണിയൽ ഷോനെ അബ്സ്ട്രാക്ട് യൂണിയൻ സോൾജർ എന്നാണ് ആൾ വിളിച്ചത്. അപ്പോൾ അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താ, എക്സിസ്റ്റിംഗ് ഇൻ തോട്ട് ഓർ ഐഡിയ, ഒരു ഐഡിയയിൽ തോട്ടിലോ നിൽക്കുന്ന ഒരാൾ മാത്രം, ഒരു ഫിസിക്കൽ പ്രസൻസ് ഇല്ലാത്തൊരു സംഭവം അതല്ലേ. അപ്പോൾ ആ ഒരു യൂണിയൻ സോൾജറിൻ്റെ ആ ഒരു സ്റ്റോൺ സ്റ്റാച്യൂസ് അത് ഇപ്പോൾ ഗ്ലിമ്മർ ആൻഡ് യങ്ങർ ആവാണ് ഈച്ച് ഇയർ എന്നാണ് പറയുന്നത്. ആൻഡ് ദീസ് സ്കിന്നി ആയിട്ടുള്ള സോൾജേഴ്സ് ദേ ഡോസ് ഓവർ ദെയർ വെപ്പൺ ആൻഡ് തിങ്ക്. അവർ ഇങ്ങനെ ആ വെപ്പൺസൊക്കെ കയ്യിലൊക്കെ വെച്ചിട്ട് അവർ എന്തോ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ത്രൂ ദെയർ സൈഡ് ബേൺസ്. അപ്പോൾ ഇവിടെ ആ ഒരു പോയറ്റും ചെയ്യുന്നത് അവരെക്കുറിച്ച്, ആ ഒരു സ്കൾപ്ചറിനെ കുറിച്ച് നോക്കി അവരെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതിന് പകരം ലൈക്ക് ആളവിടെ തിങ്ക് ചെയ്യുന്നത് അവരുടെ ഫിസിക്കൽ സ്ട്രെങ്ത്തിനെ കുറിച്ചാണ്. ഹി പിക്ചേഴ്സ് ദം റൈറ്റ് നൗ ആസ് സോർട്ട് ഓഫ് വേറെ ഫിലോസഫേഴ്സ്, വേറെ ഫിലോസഫേഴ്സിനെ പോലെയാണ് അവർ നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു ഇങ്ങനെ സ്ലിമ്മറായി പോകുന്നു പറഞ്ഞാൽ ആൾക്കാരുടെ മൈൻഡിൽ അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇല്ലാതെയായി പോകുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ദെൻ ഷോസ് ഫാദർ വാണ്ടഡ് നോ മൊന്യൂമെൻറ്റ്. ആളുടെ അച്ഛന് ആ ഒരു മൊന്യൂമെൻ്റ് ഒന്നും ആൾ പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയാണ്. ഒരു സിമ്പിൾ ഗ്രേവാണ് അവർ ആഗ്രഹിച്ചത്, അല്ലാണ്ട് ഒരു മോണ്യുമെൻ്റ് ഒന്നും അല്ല അവർ ആഗ്രഹിച്ചത്. ആ ഒരു ഡിച്ച് വേർ ഹിസ് സൺസ് ബോഡി വാസ് ത്രോൺ ആൻഡ് ലോസ്റ്റ് വിത്ത് നിഗേഴ്സ്. അപ്പം ആൾ മരിച്ച സമയത്ത് ബാറ്റിൽ ഓഫ് ഫോർട്ട് വാഗ്നറിൽ മരിച്ച സമയത്ത് ഹി വാസ് ബറീഡ് ഇൻ എ ഡിച്ച്. ആ ഒരു ബ്ലാക്ക് ഡെഡ് ഇൻഫെൻട്രിമെൻ്റെ കൂടെ ഒരുമിച്ചാണ് ആളെ ബറി ചെയ്തത്. അപ്പം നിഗേഴ്സ് എന്ന് പറയുന്നത് വീണ്ടും ഒരു ഒഫെൻസീവ് സംഭവമായിട്ടാണ്. ബട്ട് ദേ റെഫർ ടു ദി കോൺഫെഡറേറ്റ് സോൾജേഴ്സ് ഹു കിൽ ദം ആൻഡ് ത്രൂ ദം ഇൻ ഡിച്ച്. അപ്പോൾ ആ കോൺഫെഡറേറ്റ് സോൾജേഴ്സ് ഇവരെ കൊന്നിട്ട് ഡിച്ചിൽ കളയാണ് ചെയ്തത്. അതിൽ തന്നെയാണ് ഈ റോബർട്ട് ഷോനെയും ഇട്ടതെന്നാണ് പറയുന്നത്. ദ ഡിച്ച് ഈസ് നിയറർ. ആ ഡിച്ച് അതിൻ്റെ അടുത്ത് തന്നെയാണ്, ആ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്ന ഭാഗത്തിൻ്റെ അടുത്ത് തന്നെയാണ്. അത് മേ ബി ആ ഒരു അണ്ടർവേൾഡ് എന്ന് പറഞ്ഞ ഭാഗത്ത് തന്നെ ആയിരിക്കും. There are no statues for the last war here. On Bloyston Street, a commercial photograph shows Hiroshima boiling. Over a moleskin safe, the rock of ages that survived the blast space is nearer. When I crouched to my television set, the drained face of Negro school children rise like balloons. Colonel Shaw is riding on his bubble. He waits for the blessed break. ഓക്കെ, അപ്പം ഇവിടെ അടിച്ച് അടുത്ത് തന്നെയാണെന്ന് പറയാണ്. അവിടെ ഇപ്പോൾ സ്റ്റാച്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. ആ ഒരു ടൈം വീണ്ടും പ്രസൻറ്റിലോട്ട് വരികയാണ്. ഈ പ്രസൻറ്റ് ടൈംസിൽ ആൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഒരു ഹിരോഷിമയിൽ ആറ്റോമിക് ബോംബ് ഡ്രോപ്പ് ചെയ്യുന്ന കാര്യം, ജപ്പാൻ ഇൻ വേൾഡ് വാർ 2. അപ്പോൾ ഇങ്ങനത്തെ ആ ഒരു ഡിവാസ്റ്റേറ്റിംഗ് മൊമെൻറ്റ്സിനെ കുറിച്ചാണ് ആൾ പറയുന്നത്, US മിലിറ്ററി ഹിസ്റ്ററിനെ കുറിച്ച്. ഇപ്പോൾ ഇവിടുത്തെ ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസസ്, ആ ഒരു കൾച്ചറൽ ചേഞ്ചസ്, ഇറ്റ് ഹാസ് ഇൻക്രീസ് ദ പോസിബിലിറ്റി ഫോർ മാസ് കില്ലിങ്. വാർ എന്ന് പറയുന്നൊരു ചെറിയ കാര്യമായി മാറി. ചെറുപ്പമായിട്ടുള്ള ഒരു വാറിൽ മരിക്കുന്നവർക്കുള്ള കമ്മമറേഷനൊക്കെ എന്താ പറയുക ലെസ് വേർത്തി ആയിട്ട് മാറി. അപ്പോൾ ഈ ലാസ്റ്റ് വാറിലുണ്ടായിരുന്ന ആൾക്കാരെ കമ്മമറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാച്യൂസും ഇവിടെ ഇല്ല. അവിടെ ആകെയുള്ള പിക്ചർ എന്താ, ഹിരോഷിമയുടെ ഒരു പിക്ചർ മാത്രമാണ്. ദാറ്റ് ബ്രിങ്സ് us ബാക്ക് ടു റിയാലിറ്റി. അപ്പോൾ ഗ്ലോബൽ ആ ഒരു കമേഴ്ഷ്യൽ എന്ന് പറയുന്ന വേർഡും കൊണ്ട് ഉദ്ദേശിച്ചത് ഹി വോണ്ട്സ് ടു പ്രൊവൈഡ് എ പിക്ചർ ഓർ മീനിങ് ദാറ്റ് ഇറ്റ് ഈസ് ഇൻറ്റൻഡഡ് ടു അട്രാക്ട് കസ്റ്റമേഴ്സ് ടു മേക്ക് മണി. അതാണ് അവർക്ക് വേണ്ടത്, ആ കൊമേഴ്ഷ്യൽ ഫോട്ടോഗ്രാഫ്. ആ ഒരു ഹിരോഷിമ അവിടെ ഡെവാസ്റ്റേറ്റഡ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷനെ കാണിച്ചിട്ടുള്ള ഫോട്ടോ എന്തിനാ, കൊമേഴ്ഷ്യൽ പർപ്പസിനായിരുന്നു. അതൊരു സിവിക് മോണ്യുമെൻ്റ് ഒന്നുമല്ല. ആ ഒരു വേൾഡ് വാർ സെക്കൻഡിനെ ഫീച്ചർ ചെയ്തിട്ടുള്ള ഫസ്റ്റ് ആറ്റോമിക് ബോംബിനെ കാണിച്ചിട്ടുള്ള ഒരു കൊമേഴ്ഷ്യൽ ഫോട്ടോ, അതൊരു സിവിക് മോണ്യുമെൻ്റ് അല്ല. അത് ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് is used to get money. കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള സംഭവമാണ്. ആ ഒരു മാസ് സ്ലോട്ടർ ഓഫ് സിവിലിയൻസ് അതൊരു അഡ്വർടൈസ്മെൻറ്റ് മാത്രമായി മാറി. അപ്പോൾ ആ ഒരു ഹിരോഷിമയെ ബോംബിട്ട് തകർത്തിട്ടുള്ള ആ ഒരു സിറ്റുവേഷനെല്ലാം
ആ ഒരു പിക്ചർ അതിപ്പോൾ ഒരു അഡ്വർടൈസ്മെൻ്റ് ആണ്. അഡ്വർടൈസ്മെൻറ്റ് ഇസ് ഫോർ എ ബ്രാൻഡ് ഓഫ് സേഫുകൾ ഉണ്ടാക്കുന്ന മോസർ എന്ന് പറയുന്ന ഒരു മോസർ സേഫ് എന്ന് പറയുന്ന ആ ഒരു കമ്പനിയുടെ അഡ്വർടൈസ്മെൻ്റ് ആയിട്ടാണ്. ദ റോക്ക് ഓഫ് ഏജസ് എന്നാണ് അതിൻ്റെ മോട്ടോ. റോക്ക് ഓഫ് ഏജസ് മീനിങ് ഇറ്റ് ക്യാൻ സർവൈവ് എനിത്തിങ്. ഇനിയിപ്പോൾ ഹിരോഷിമയിലിട്ട് ബോംബ് പോലത്തെ ബ്ലാസ്റ്റ് ചെയ്യുന്ന സാധനമാണെങ്കിൽ കൂടി ഇത് പൊട്ടൂല എന്ന് പറയുന്ന സംഭവം. അപ്പം അങ്ങനെയൊക്കെയാണ് ആ ഒരു ഹ്യൂമൻ ഡെവാസ്റ്റേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷന്, അത്രയും ഹൊറിബിൾ ആയിട്ടുള്ള ഒരു സാധനത്തിന് അവരുടെ സേഫ് വിൽക്കുന്നതിന് പരസ്യമാക്കിയിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, സോ സ്പേസസ് നിയറർ എക്കോസ് ദ പ്രീവിയസ് ലൈൻ, ദ ഡിച്ച് ഇസ് നിയറർ. അതേപോലെ ആ ഒരു സ്പേസസ് നിയറർ എന്ന് പറയുകയാണ് അവിടെ. ഒന്നില്ലെങ്കിൽ ആ ഒരു അഡ്വാൻസ്മെൻറ്റ് ഇൻ ടെക്നോളജി, ആ ബോംബ് വന്നത്, സേഫ് വന്നത്, ഈ സംഭവങ്ങളൊക്കെ ആ ഒരു അഡ്വാൻസ്മെൻറ്റ് ഇൻ ടെക്നോളജി ആണല്ലോ കാണിക്കുന്നത്. ആൻഡ് ആ ഒരു അതേപോലെ ഇനിയിപ്പോൾ ഹ്യൂമൻസ് ദേ ആർ എക്സ്പ്ലോറിങ് സ്പേസ്, അതാണ് സ്പേസസ് നിയറർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇറ്റ് മൈറ്റ് ക്യാരി എ ഡീപ്പർ മോർ ഫിഗറേറ്റീവ് മീനിങ് ദാറ്റ് സ്പേസ് എന്ന് പറയുന്നത് ഒരു നത്തിങ്നെസ് ഉള്ള ഒരു ഇതല്ലേ, അത് നിയറാണ്, അവസാനം എത്താറായി, അങ്ങനെയാവാം. ബിക്കോസ് വി ആർ ഡിസ്ട്രോയിങ് അവർ ഓൺ ഹിസ്റ്ററി. നമ്മൾ ആ ഒരു വേൾഡ് വാർ പോലത്തെ ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള വാറിൽ മരിച്ച ആരെയും നമുക്കറിയില്ല. ഫസ്റ്റ് ഒരു സിവിൽ വാറിനുണ്ടായിരുന്ന ഒരു കമമറേറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ഒരു സംഭവത്തിന് ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ദേ ആർ സിംപ്ലി ഫോർഗെറ്റിംഗ്. അപ്പം നമ്മളുടെ പൊട്ടൻഷ്യൽ ഫ്യൂച്ചർ വി ആർ ടെയറിങ് ഇറ്റ് അപ്പ് ഇൻ അവർ സിറ്റി വിത്ത് റെക്ലെസ് അബൻഡൻ ടു മേക്ക് ന്യൂ വേ ടു ടെക്നോളജിക്ക് വേണ്ടി നമ്മളിതെല്ലാം കളയുവാണ് എന്നാണ്. തിങ്സ് ആർ ഗോയിങ് ടു ലുക്ക് ബ്ലീക്ക്. ആ ഒരു നത്തിങ്നെസ് ആയിരിക്കും മേ ബി സജസ്റ്റ് ചെയ്യണതെന്ന് പറയാം. ഓക്കെ, ഇനി ആ ഒരു നരേറ്റർ പിന്നെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ആഫ്രിക്കൻ അമേരിക്കൻ സ്കൂൾ ചിൽഡ്രനെയാണ്. ആൾ ടെലിവിഷനിൽ കാണുന്ന ആഫ്രിക്കൻ അമേരിക്കൻ സ്കൂൾ ചിൽഡ്രനെയാണ് പിന്നെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അവരുടെ ഫേസസ് ഡ്രെയിൻഡ് ആണെന്നാണ് പറയുന്നത്. അപ്പം he described the faces of these kids as the faces of this സോൾജേഴ്സ്. 54th ബ്ലാക്ക് റെജിമെൻറ്റ് അവർ സാക്രിഫൈസ് ചെയ്ത, അവർ റിപ്പബ്ലിക്കിന് വേണ്ടി സാക്രിഫൈസ് ചെയ്ത അവരെ പോലത്തെ ഫേസാണ്. ഡ്രെയിൻഡ് ഫ്രം ഡെക്കേഡ്സ് ഓഫ് സാക്രിഫൈസ് ആൻഡ് സ്ട്രഗിൾ. അപ്പോൾ ആഫ്രിക്കൻ അമേരിക്കൻ ദേ കണ്ടിന്യൂ ടു സ്ട്രഗിൾ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ഫോർ എ ലോങ് ടൈം. ആഫ്റ്റർ സ്ലേവറിക്ക് ശേഷവും സ്ലേവറി ഇറാഡിക്കേറ്റ് ചെയ്തിട്ടും ഒരു എന്താ പറയുക, ലോങ് ആഫ്റ്റർ ദ സിവിൽ വാർ എല്ലാം കഴിഞ്ഞിട്ടും അവരുടെ മുഖത്ത് ഇപ്പോഴും ആ ഒരു സാക്രിഫൈസ് ആൻഡ് സ്ട്രഗിൾ അത് ഡ്രെയിൻഡ് ആണ് അവരുടെ സ്പിരിറ്റ് എല്ലാം എന്ന് പറയുകയാണ്. അപ്പോൾ എത്രത്തോളം സ്ലോ ഗോയിങ് ആൻഡ് പ്രോബ്ലമാറ്റിക് പ്രോഗ്രസ് ആണ് ആഫ്രിക്കൻ അമേരിക്കൻസിന് ആ കൺട്രിയിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് ആൾ അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, അവരുടെ ആ ഒരു ഫേസ് ഡ്രെയിൻഡ് ആണെങ്കിലും ദേ ആർ സ്റ്റിൽ റൈസിങ് എന്ന് കാണിക്കാനാണ് ബലൂൺ കൊണ്ട് ആൾ ഉദ്ദേശിച്ചത്. ഡ്രെയിൻഡ് ഫേസ് ഓഫ് നീഗ്രോ സ്കൂൾ ചിൽഡ്രൻ റൈസ് ലൈക്ക് ബലൂൺസ്. അപ്പോൾ പക്ഷേ എത്രത്തോളം ഡ്രെയിൻഡ് ആണെങ്കിലും അവർ റൈസിങ് സ്റ്റിൽ ദേ ആർ സ്റ്റിൽ റൈസിങ് എന്നാണ്. ഒരു പോസിറ്റീവ് നോട്ടാണ് അവിടെ വരുന്നത്. ആൻഡ് ദെൻ ഈ കൊളോണിയൽ ഷോ എന്താ ചെയ്യുന്നത്, റെഫറൻസ് ടു ദ ബബിൾ ഫ്രം ദ ബിഗിനിങ് ഓഫ് ദ പോം. നേരത്തെ ഒരു ബബിൾ കുത്തിപ്പൊട്ടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതേപോലെ ഈ ഒരു ബബിൾ ഇറ്റ് റിമൈൻഡ്സ് us of the previous line of with the balloons. ആ ഒരു ബലൂണും പറക്കുന്ന സംഭവം, ബബിളും പറക്കുന്ന സംഭവം. അപ്പോൾ ഒരു ഫാൻറ്റസി ലൈക്ക് ഇമേജ് ആണ്. ഈ കൊളോണിയൽ ഷോ ഹി ഈസ് നൗ ഡെഡ് അല്ലേ. ആൻഡ് ആള് ഈവൻ ഇഫ് ഹി വാസ് അലൈവ് ഇറ്റ് വുഡ് ബി pretty tough for him to ride a bubble. ഈ ഒരു സിറ്റുവേഷനിൽ ആള് ഇല്ലാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്നാണ് പറയുന്നത്. അപ്പം കൊളോണിയൽ ഷോ ഇസ് റൈഡിങ് ഓൺ ദാറ്റ് ഇമാജിനറി അല്ലെങ്കിൽ ഫിഗറേറ്റീവ് ബബിൾ, വെയിറ്റിംഗ് ഫോർ ഇറ്റ് ടു ബ്രേക്ക്. അത് പൊട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പോലെ ഹി വെയിറ്റ്സ് ഫോർ ദ ബ്ലെസ്ഡ് ബ്രേക്ക്. അപ്പോൾ ആ ബബിൾ ഇറ്റ് കുഡ് സ്റ്റാൻഡ് ഫോർ ദ കോസ് ഓർ ദ സ്ട്രഗിൾ വിത്ത് ദ യുണൈറ്റഡ് കൺട്രി മാൻ. ആ ഒരു കളറൊന്നും സീനല്ലാതെ, കളർ ക്ലാസ് ക്രീഡ് അതൊന്നും ഒരു ബുദ്ധിമുട്ടല്ലാതെ, റേസ് ഒന്നും ഒരു ബുദ്ധിമുട്ടല്ലാതെ ഒരുമിച്ച് നിന്നിട്ടുണ്ടായിരുന്ന ആ ഒരു പീപ്പിൾ. പിന്നെ ബ്രേക്ക് വേണമെങ്കിൽ ഒരു റിലീഫ് എന്നുള്ളൊരു മീനിങ് ആയിരിക്കും. കാരണം അത് എഴുതുന്ന സമയത്തും അവിടെ സിവിൽ വാറിൻ്റെ ഇഷ്യൂസ് ഒക്കെ existed ആയിട്ടുള്ള സംഭവമായിരുന്നു. റിമൈൻഡ്സ് us reader that the civil rights struggle is still going on during the time this poem was written. Maybe the speaker imagines ഷോ എന്ന് പറയുന്നത് ആ ഒരു ഫൈനൽ റെസൊല്യൂഷന് വേണ്ടിയിട്ട്, ഇതും കൂടെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും ആ ബബിളിൽ എന്നാണ് പറയുന്നത്. Okay, the aquarium is gone. Everywhere giant finned cars nose forward like fish. അപ്പം ആള് വീണ്ടും പ്രസൻറ്റിലോട്ട് വരികയാണ്. അക്വാറിയം ഒക്കെ ഏതോ വഴിക്ക് പോയി, അതായത് അത് പൊളിച്ചു, ഡിമിനിഷ്ഡ് ആയി. ദിസ് ഓൾസോ ഹെൽപ്സ് റീഡർ ടു കണക്ട് ദെംസെൽഫ് വിത്ത് പ്രസൻറ്റ് ഡേ. ഈ അക്വാറിയം അത് ഒരുപാട് മെമ്മറീസ് ഒക്കെ കൊടുത്തിട്ടുള്ള സംഭവമാണ്. ആൻഡ് അത് ഇപ്പോൾ എന്താ ഡിസ്ട്രോയിഡ് ആയി എന്നാണ് പറയുന്നത്. ദ വേൾഡ് ഡിസ്ട്രോയിഡ് ആയി. മേ ബി അക്വാറിയം കണക്ട്സ് ടു വേൾഡ്. അപ്പം ഇവിടെ എന്താ നടക്കുന്നത്, കാർസ് ആർ ക്രീപ്പിംഗ് അറൗണ്ട് ലൈക്ക് ഫിഷ്. അവിടെ അക്വേറിയത്തിൽ ഫിഷിന് പകരം ഇപ്പോൾ അവിടെ കാറാണ് ഫിഷിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. ദ ഇന്നസെൻസ്, ദ എംപതി ദാറ്റ് ഹാവ് റീപ്ലേസ്ഡ് ബൈ എ ഗ്രിം റിയാലിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്പേസ് ഏജ് അതിങ്ങനെ നിയറായിട്ട് വരികയാണ്. എല്ലാ ടെക്നോളജി ഡെവലപ്പായി, എല്ലാ ആൾക്കാരും മാറി. ഇപ്പോൾ ഹീസ് സർപ്രൈസിങ് ഹിസ് റീഡർ വിത്ത് അൻ അൺഫെമിലിയർ സ്ട്രേഞ്ച് ലുക്കിംഗ് ഫ്യൂച്ചർ. ജൈൻ്റ് ആയിട്ടുള്ള ഫിൻഡ് കാർസ് എന്ന് പറഞ്ഞാൽ ഫിഷസിലാണല്ലോ ഫിൻ ഉണ്ടാവുക. അപ്പോൾ അക്വേറിയം ഇറ്റ് ഇസ് ഗോൺ
and it is replaced with something far enough technology and influence of it. ആ ഒരു ആക്ച്വൽ ഫിഷിന് പകരം അവിടെ ആ ഒരു ഷാർക്ക് ലൈക്ക് ജെയിൻഡ് ഫിൻഡ് ആയിട്ടുള്ള കാർസ് ആണുള്ളത്. ആൻഡ് അത് അവിടെ പാർക്ക് ചെയ്യാൻ ദേ ആർ ഫൈറ്റിംഗ് ഈച്ച് അതർ ഫോർ പാർക്കിംഗ് സ്പേസ്. അത്രയും കാറുകളാണ് അവിടെ ഉള്ളത്. അവിടെ പാർക്കിംഗ് സ്പേസ് ആണ് അവിടെ ബിൽഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. A savage servility slides by on Greece. അപ്പോൾ ഇവിടെ the narrator is reminding us of a valiant infantryman. ഒരു കാലത്ത് നമുക്ക് വേണ്ടി സാവേജ് ആയിട്ട് ഒരു ഫിറോസ് ആയിട്ട് അവരുടെ കൺട്രിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്ത് സിവിൽ ലിബർട്ടിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്ത ആൾക്കാർ അവർ സർവൈവലാണ് അവിടെ. അവരിപ്പോൾ ആരും മൈൻഡ് ചെയ്യുന്നില്ല. അവർക്കൊരു ഒരു ഇമ്പോർട്ടൻസ് ഇല്ല. ആർക്കും ആ ഫിഷോ എക്കോറിയൊന്നും അല്ല അവിടെ വേണ്ടത്. ദേ ഓൾ ആർ നൗ ഗ്രീഡി. അവർക്ക് അവരുടേതായ കാര്യങ്ങളാണുള്ളത്. കാർസാണ് അവിടെ ഇപ്പോൾ ഫുൾ ക്രൗഡഡ് ആയിട്ടുള്ളത്. അമേരിക്ക ഇപ്പോൾ അഗ്രസീവ് ആയിട്ടുള്ള ഒരു കൊമേഴ്ഷ്യൽ മൈൻഡ്ലെസ് ഒരു സാവേജ് ആയിട്ടുള്ള ഒരു പെർസ്യൂട്ട് ഓഫ് വെൽത്തിൻ്റെ പുറകെയാണ് എന്നൊക്കെയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഗ്ലോബൽ ഈ ഒരു പോത്തിലൂടെ ആ ഒരു അക്വേറിയം കൺസ്ട്രക്ഷൻ ബോസ്റ്റൺ അതെല്ലാം കൂടെ ആ ഒരു റീഡറിന് അവിടുത്തെ ഒരു സിറ്റുവേഷൻ, ആ ഫിഷ് അവർ ട്രാപ്ഡ് ആയിരുന്നു, ദേ വർ എൻസ്ലേവ്ഡ് ഇൻ എ വേ, ആൻഡ് ദാറ്റ്സ് ദ വേ ദിസ് ഓഫുൾ വേൾഡ് വർക്ക്സ്. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുക എന്നാണ് ആൾ കാണിക്കുന്നത്. ഓക്കെ, ആൻഡ് ഹീ ഈസ് ക്രിറ്റിക്കൽ ഓഫ് ദ ഫാക്ട് ദാറ്റ് ഈവൻ ദോ സിവിൽ വാസ് ഓവർ ദർ ഹാസ് നോട്ട് ബി ഇനഫ് ചേഞ്ച് ഓർ പ്രോഗ്രസ്. അങ്ങനത്തെ പ്രോഗ്രസ് ഒന്നും ഇവിടെ വന്നിട്ടില്ല. ഇവിടെ ഫിഷ് ഫിൻഡ് പോലത്തെ കാർഡ്സും കാര്യങ്ങളൊക്കെ വന്ന് അവർ അവിടെ ഫുൾ നിറയുന്നു എന്നല്ലാതെ വേറെ ആ ഒരു മൈൻഡ് സെറ്റിൽ ഒരു പ്രോഗ്രസ്സും വന്നിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. So that's all about the topic. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ് ആൻഡ് ഷെയർ ഇറ്റ് ടു യുവർ ഫ്രണ്ട്സ്. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Until then, stay safe everyone.